ഹലോ, എസ്ട്ര ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി സാരി കാണിക്കാനായിട്ടാണ്. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കൂടുതലും ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ സെയിൽ പർപ്പസിന് വേണ്ടിയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ നമ്മൾ മിഷൻ എംബ്രോയിഡറി സാരീസും ചെയ്യുന്നുണ്ട്. മിഷൻ എംബ്രോയിഡറി സാരീസ് ബോത്ത് സെയിലാണെങ്കിലും കസ്റ്റമൈസ്ഡ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് കളക്ഷനൊക്കെ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ കുറേ സാരീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷൻ്റെയൊക്കെ. അപ്പോൾ ആ സാരീസൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. യൂണിഫോം പർപ്പസ് ആയിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽ പർപ്പസ് ആയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ സാരി കാണാം. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. നമ്മുടെ ഒണിയൻ കളർ സാരിയാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പ്ലെയിൻ സാരിയുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ നേരത്തെ ഒരു 3 ഷെയ്ഡോളം ഒണിയൻ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ലൈറ്റ് ഒണിയൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് വരുന്ന ഒരു ഡാർക്ക് ഒണിയൻ ഷെയ്ഡും ഒരു മീഡിയം ഷെയ്ഡുള്ള ഒണിയൻ ഷെയ്ഡും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതിൽ ആ മീഡിയം ഷെയ്ഡിലുള്ള ഒണിയൻ കളറിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പ്ലെയിൻ സാരിയുടെ വീഡിയോ കാണിച്ച സമയത്ത് നമ്മളോട് ഈ പറഞ്ഞ പോലെ ആ കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള അതിൽ വർക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച പ്രകാരം നമ്മൾ അതിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഈ ഒരു ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെയും വേറെ കളർ തീമിലൊക്കെ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഗ്രീനിൽ റെഡ് വെച്ചിട്ടും അതുപോലെ പീച്ചിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ കളർ കോമ്പിനേഷൻ നമ്മൾ മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് തന്നെ ഗ്രീനിൻ്റെ വർക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ട് ഈ ഫ്ലവേഴ്സിന് ഹൈലൈറ്റും പെറ്റൽസ് ഒക്കെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചുമൊക്കെ ചെയ്ത് നടുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടൊരു ഹൈലൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം 3 സ്ട്രാൻഡ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വർക്ക് കൊടുത്തിരിക്കുന്നത്. ബുള്ളൻ നോട്ട്സൊക്കെ ഫ്രഞ്ച് നോട്ട്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് അത്യാവശ്യം നന്നായിട്ട് ഒരു 3D ഇഫക്റ്റിൽ പ്രൊജക്ട് ചെയ്ത് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ മുന്താണിയുടെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഫ്ലവറാണിത്. മുന്താണിയുടെ അപ്പുറത്തെ എൻഡിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു ഫ്ലവർ ഡിസൈൻ. ആ എൻഡിൽ നമ്മൾ ഒരു സിംഗിൾ ഫ്ലവറും 2 ലീഫും വരുന്ന പോലത്തെ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഡിസൈൻ നമ്മൾ ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു സിംഗിൾ ഫ്ലവറും 2 ലീഫ് പാറ്റേണും ഒക്കെ വരുന്നത് പോലെ ആ ഒരു സിംഗിൾ ഫ്ലവർ നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ നോർമലി എല്ലാ സാരീസിലും ഒക്കെ ചെയ്യാറുള്ളത് പോലെ 2 ഡിസൈനാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സെയിം സൈസിലുള്ള 2 ഡിസൈൻസ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾക്ക് പറഞ്ഞ പോലെ അവർ മോഡൽ കാണിച്ച സാരിയിൽ നമ്മൾ ഇച്ചിരി ഗ്യാപ്പിൽ ചെയ്തതുകൊണ്ട് അതേ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മളൊരു ഗ്യാപ്പിൽ തന്നെയാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി അടുത്ത് ഡിസൈൻ വരുമ്പോഴത്തേനും ആ ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഡിസൈൻ്റെ ഒരു ഭംഗി കാണാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചില ഡിസൈൻസ് ഒക്കെ കുറച്ച് ഗ്യാപ്പിൽ കൊടുക്കും. എന്നാൽ ഒരു കണ്ടിന്യൂറ്റി ഫീലിൽ കണ്ടാൽ ഭംഗിയുള്ള പോലത്തെ ഡിസൈൻസ് ആണെങ്കിൽ നമ്മളത് ആ ഒരു കണ്ടിന്യൂറ്റി ഫീൽ കളയാതെ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഡിസൈൻസ് ബേസ് ചെയ്താണ്. ഈ ഡിസൈൻസ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് രണ്ടും യുണീക്കായിട്ട് രണ്ടിടത്തായിട്ട് നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് അത്യാവശ്യം ഒരു കൈപ്പത്തി അകലമൊക്കെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ 2 ഫ്ലവേഴ്സ് ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ബുള്ളൻ നോട്ട്സ് പോലത്തെ സ്റ്റിച്ചുകളും അതുപോലെ ഈ ഒണിയൻ ഷെയ്ഡിൽ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ വരുന്നതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് ഈ ഒരു സാരിയിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഫ്ലവർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഓൾമോസ്റ്റ് എല്ലാ സാരികളിലും ഒക്കെ ചെയ്യുന്നത് പോലെ സ്റ്റാൻഡിങ് പോസിൽ ഈ സെയിം വലുപ്പത്തിലുള്ള ഒരു ഡിസൈൻ നമ്മൾ ഈ സാരിയിൽ ചെയ്തിട്ടുണ്ട്. കോട്ടൺ ചെക്കോട്ട സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ആ മുന്താണി പോർഷൻ്റെ ഉള്ളിലെ എൻഡിലൊക്കെ കാണിച്ച പോലെ ഒരു ഫ്ലവറും 2 ലീവ്സും വരുന്നത് പോലത്തെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ 2 സ്ലീവ്സിലും വരുന്നത് പോലെ സെയിം ആ ഒരു ചെക്കോട്ട സെയിം കളറിൽ തന്നെ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് കോട്ടൺ ചെക്കോട്ട ആയതുകൊണ്ട് മാത്രമാണ് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓർഗൻജി മെറ്റീരിയൽ ആണെങ്കിലും സിൽക്കി കോട്ട മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ നമുക്ക് സെയിം മെറ്റീരിയൽ നമുക്ക് ബ്ലൗസസ് ചെയ്യാറില്ല. ചെക്കോട്ട മെറ്റീരിയൽ നമുക്ക് പ്ലെയിൻ സാരി ആണെങ്കിലും നമുക്ക് 5.5 മീറ്റർ പ്ലസ് 1 മീറ്റർ 6.5 മീറ്റർ ആയിട്ട് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആവുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ആ ഒരു ബ്ലൗസും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ കാണിക്കുന്ന ഈ സാരി ഇതാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ കളറിലെ സിൽക്കി കോട്ട സാരിയിൽ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ്. നമ്മളെല്ലാ സാരീസിലും ചെയ്യുന്നത് പോലെ എൻ പോർഷൻ നമ്മൾ സ്കാലപ്പ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷനിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡിസൈൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ പാറ്റേണും അതിൻ്റെ എൻഡ് പോർഷൻ, അതായത് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ബുള്ളൻ നോട്ട്സ് വെച്ചിട്ടൊരു ഹൈലൈറ്റും കൊടുത്തിരിക്കുന്ന പോലെയാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ലീഫ് പോർഷൻ ആണെങ്കിൽ നമ്മൾ ബുള്ളൻ നോട്ട്സ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ
ഫ്ലവേഴ്സിൻ്റെ എൻഡിൽ വരുന്ന ഒരു ഗ്രീൻ പോർഷനും നമ്മൾ ബുള്ളി നോട്ട്സ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും ബുള്ളി നോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫ്ലവർ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഫ്ലവർ പാറ്റേൺ ആണ്. മുന്താണിയുടെ അപ്പുറത്തെ വശത്തോട്ട് വരുമ്പം നമ്മൾ ആ ഒരു 3 ഫ്ലവേഴ്സ് വരുന്നുള്ളൂ. നേരത്തേതിനകത്ത് നമുക്കൊരു 7-8 ഫ്ലവേഴ്സ് വരുന്ന പോലെ ആയിരുന്നെങ്കിൽ മറ്റേ പോർഷനിൽ ആ ഉള്ളിൽ വരുന്നിടത്ത് നമ്മൾ 3 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഇടയ്ക്ക് വരുന്ന പോലെ, അതായത് ചെസ്റ്റിൻ്റെ പല്ലുവിൻ്റെ ഇടയ്ക്ക് വരുന്ന പോർഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം ആ ഒരു 3 ഫ്ലവേഴ്സും 3 ലീവ്സും വരുന്ന ഒരു പാറ്റേൺ ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആ മുന്താണിയുടെ എൻഡ് കാണിച്ച പോലത്തെ തന്നെ വലിയ 2 ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലാവൻഡറും പീച്ചും കൂടെ ഉള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ല, രണ്ടും പേസ്റ്റൽ ഷെയ്ഡ്സുള്ള ഷെയ്ഡ്സാണ്. എന്നാലത് നന്നായിട്ട് തന്നെ ആ ഒരു ലാവൻഡറിൽ പീച്ച് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ അതിൻ്റെ നടുക്കൂടെ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഹൈലൈറ്റ് കൂടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ ഫ്ലവേഴ്സിന് കുറച്ചും കൂടെ ഒരു ലൈവ്ലി ഫീലുണ്ട്. അതുപോലെ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ വലിയ ഗ്യാപ്പ് കൊടുത്തല്ല ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയൊരു ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിന് നല്ല നീളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെസ്റ്റ് പോർഷൻ നിറഞ്ഞ് തന്നെ ഈ ഒരു ഡിസൈൻ വരും. ആ ഒരു നമ്മൾ നോർമലി കാണുന്ന ഒരു സൈസിൽ വരുന്ന പോലത്തെ ഡിസൈൻസ് തന്നെ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ഒരു സ്റ്റാൻഡിങ് പോസിലൊരു ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ എല്ലാത്തിനും ഡിസൈൻസും അങ്ങനെ തന്നെ കൊടുക്കാറ്. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെ സെയിം ആ ഒരു വലിയ ബഞ്ച് ഫ്ലവർ തന്നെ നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിലും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്തതാണ്. അതുപോലെ സിൽക്കി കോട്ട സാരി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇല്ല, സാരി മാത്രമേ ഉള്ളൂ. 5.5 മീറ്റർ മാത്രമുള്ള സാരിയിൽ മാത്രമേ നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പീച്ച് ബ്ലൗസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലാവൻഡർ ബ്ലൗസ് വെച്ചിട്ടോ തന്നെ നമുക്ക് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഈ ഒരു സാരിയുടെ ഫുള്ളായിട്ടുള്ളൊരു ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഒരു മാനിക്യൂണിൽ ഉടുത്തിട്ടുള്ളൊരു വ്യൂ കാണുമ്പോഴത്തേനും മനസ്സിലാവും. അപ്പോൾ 2 സാരീസിൻ്റെ ഉടുത്തിട്ടുള്ളൊരു വ്യൂവും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീണ്ടും ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.